സന്തോഷായില്ലേ? ഐ എം ലീവിംഗ്. മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും ഈ ക്യാമ്പസിനകത്ത് കാലുകുത്താൻ ഇടവരരുതേ എന്ന പ്രാർത്ഥനയുമായിട്ട് സ്ഥലം വിടുകയാണെന്ന്. തൃപ്തിയായല്ലോ? സാറ് ക്ഷമിക്കണം. കോച്ചിങ് തുടങ്ങിയ അന്ന് മുതൽക്ക് സാറ് കർശനമായിട്ട് ഓരോന്ന് പറഞ്ഞതും ശകാരിച്ചതും തെറ്റായ ആംഗിളിലൂടെയാണ് ഞാൻ കണ്ടത്. വൈരാഗ്യം തോന്നി. വരും വരാകളെ കുറിച്ച് ഓർക്കാതെ ഓരോന്നൊക്കെ ചെയ്തു. അത് ഇത്രയും വലിയ ഒരു തെറ്റാകുമെന്ന് എന്ന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത്. കാരണം ഞാൻ പോയാലും എന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. അയാളോടെങ്കിലും ഇതൊന്നും ആവർത്തിക്കാതിരിക്കുക. സാർ പോകരുത് പ്ലീസ്. പോയാൽ എന്നോട് ക്ഷമിച്ചില്ലെന്നല്ലേ അർത്ഥം? ആ ശാപം ബാക്കി വെച്ചോണ്ട് പ്ലീസ് സാർ പോകരുത്. വീണ്ടും സോണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നാമതാകുക, ഇന്റർ സോണൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹത നേടുക. താങ്ക് ഗോഡ്. ഇനി അഥവാ ജയിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഈ കോളേജിന് നിങ്ങളെ കുറിച്ച് അഭിമാനമാണ്. അച്ഛൻ നമ്മുടെ കൊച്ചുങ്ങളെ അങ്ങനെയും കൊച്ചാക്കണ്ട. അതെ, ഒരു ടീം എന്ന് പറയുമ്പോ എന്താ ജോൺസൺ, നമ്മുടെ കുട്ടികൾ കളിക്കും ഫാദർ, ജയിക്കുകയും ചെയ്യും. ട്രോഫിയും കൊണ്ട് തിരിച്ചു വരുമ്പോ എതിരേൽക്കാൻ ഒരുങ്ങി നിന്നു എല്ലാരും. എന്താ? അതെ, അത് കുട്ടികൾ കയറട്ടെ. ഇങ്ങോട്ട് മാറടോ. എന്നാ പിന്നെ ഓക്കെ ഫാദർ, ഗോഡ് ബ്ലെസ്. ഇവളെ ജയിക്കും. ജയിക്കാതിരിക്കാൻ പറ്റില്ല. പള്ളിവാസ കറിയാച്ചന്റെ മോളാ. മതി മതി, പെങ്കൊച്ചാ, അധികം നേളിക്കണ്ട. നല്ല 1ാം ക്ലാസ് ആയിട്ട് തെളിക്കും. കർത്താവ് തമ്പുരാൻ എനിക്ക് അറിഞ്ഞു തന്ന തരിയാ. ഞാൻ കളിക്കും. ഇവിടെ കിടക്കട്ടെ. എന്നതാ ഇത്?